2025 സെപ്റ്റംബർ 3-ന് ചൈന ഒരു വിജയദിന സൈനിക പരേഡ് നടത്തിയിരുന്നു. ചൈനയുടെ പുതിയ തന്ത്രപരവും കപ്പൽ വിരുദ്ധവുമായ മിസൈലുകളുടെ ഒരു വലിയ നിരയാണ് ചൈന ആ പരേഡിൽ കാണിച്ചത്. ലോക രാജ്യങ്ങളെല്ലാം ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ് ചൈനയുടെ അത്യാധുനിക സംവിധാനങ്ങളും ആയുധങ്ങളും കണ്ടിട്ട്. അമേരിക്കൻ പ്രതിരോധത്തെ മറികടക്കാനും പസഫിക്കിലെ നാവിക ആസ്തികളെ ലക്ഷ്യം വെക്കാനും കഴിയുന്ന അമേരിക്കൻ സൈനിക ശക്തിയെ ചെറുക്കാൻ രൂപകൽപ്പന ചെയ്ത ആയുധങ്ങളാണ് ചൈന പരേഡിൽ വ്യക്തമായി എടുത്തു കാണിച്ചത്. എന്നാൽ ഈ പരേഡിനെ ഇത് വളരെ ഗംഭീരമായി എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത്. അതേപോലെ തന്നെ ചൈന, റഷ്യ, ഉത്തര കൊറിയ എന്നിവ അമേരിക്കയ്ക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ് എന്നും അദ്ദേഹം ആരോപിച്ചു. ഇത് അമേരിക്കയെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് എന്ന് പറയുമ്പോഴും ഇന്ത്യക്കും ഇതൊരു ചെറിയ ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. അനാച്ഛാദനം ചെയ്ത സംവിധാനങ്ങൾ നാവിക വ്യോമശക്തി പ്രൊജക്ഷന് ഊന്നൽ നൽകുന്നവയാണ്. ഇത് അതിർത്തി തർക്കങ്ങൾ തുടരുന്നതിനാൽ തന്നെ ഇന്ത്യയെ പരോക്ഷമായി ബാധിച്ചേക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഹൈപ്പർസോണിക് മിസൈലുകളും ഡ്രോണുകളും മത്സര മേഖലകളിൽ വേഗത്തിലും കൃത്യമായും ആക്രമണം നടത്താൻ ഇത് ചൈനയെ സഹായിച്ചേക്കാം. ഉയർന്ന ഉയരത്തിലുള്ള യുദ്ധങ്ങളിൽ ചൈനയുടെ മുൻതൂക്കം വർദ്ധിപ്പിക്കാനും ഈ ആയുധങ്ങൾ ചൈനയ്ക്ക് വലിയൊരു നേട്ടം തന്നെയാണ് നൽകുന്നത്. SCO, ബ്രിക്സ് പോലുള്ള ഫോറങ്ങൾ വഴി ഇന്ത്യ ചൈനയുമായുള്ള ബന്ധം സന്തുലിതമാക്കുന്നുണ്ട്. എന്നാൽ ക്ഷണം ഉണ്ടായിരുന്നിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പരേഡിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. മിക്ക ആയുധങ്ങളും ഇന്ത്യക്ക് മാത്രമുള്ളതല്ല, പക്ഷേ ഇന്ത്യയിലെ സൈനിക വിദഗ്ധർ വളരെ സൂക്ഷ്മമായിട്ടാണ് ഇതിനെ നിരീക്ഷിക്കുന്നത്. കാരണം ഈ ആയുധങ്ങൾ ഇന്ത്യക്കെതിരെ ഒരു സംഘർഷത്തിൽ ഉപയോഗിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഇനി എന്തൊക്കെ ആയുധങ്ങളാണ് ചൈന ഈ പരേഡിൽ പ്രദർശിപ്പിച്ചത്, എന്തൊക്കെ ആയുധങ്ങളാണ് ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കിയത് എന്ന് നമുക്കൊന്ന് നോക്കാം. മെച്ചപ്പെട്ട ICBM-കൾ, SLBM-കൾ, വായുവിലൂടെ വിക്ഷേപിക്കാവുന്ന ആണവവാഹക ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ ഉൾപ്പെടുന്ന വളരെ ശക്തമായ ഒരു പ്രതിരോധ ട്രയാഡിന്റെ പൂർത്തീകരണത്തെയാണ് ഈ പ്രദർശനം എടുത്തു കാണിച്ചത്. ഇവരുടെ ഈ പ്രദർശനത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഹൈപ്പർസോണിക് ആയുധങ്ങളായിരുന്നു. ക്രൂയിസ് മിസൈലുകളും ഹൈപ്പർസോണിക് ഗ്ലൈഡറുകളും. പരമ്പരാഗത പ്രതിരോധങ്ങളെ മറികടക്കുന്ന വേഗത കൈവരിക്കാൻ കഴിവുള്ള ഇഞ്ചി കുടുംബത്തിലെ YJ-15, YJ-17, YJ-19, YJ-20 എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. കാരിയർ കില്ലർ എന്ന് മുദ്ര കുത്തപ്പെട്ട YJ-21 ഉയർന്ന മൂല്യമുള്ള നാവിക ആസ്തി ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചൈന ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ പുതുതായി ചൈന അനാച്ഛാദനം ചെയ്ത ബാലിസ്റ്റിക് മിസൈലുകളാണ് DF-61 ICBM-ഉം DF-31 BJ ICBM-ഉം. അതേപോലെ തന്നെ DF-26D IRBM, DF-17 MRBM, DF-5C ICBM, JL-3 SLBM, JL-1 ആകാശത്തു നിന്ന് വിക്ഷേപിക്കാവുന്ന ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ. അടുത്തതായിരുന്നു ഹൈപ്പർസോണിക് ആന്റി ഷിപ്പിംഗ് മിസൈലുകൾ. ഡോങ്ഫെങ് 17 ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ. അതേപോലെ തന്നെ YJ-15, YJ-17, YJ-19, YJ-20, YJ-21 ഹൈപ്പർസോണിക് മിസൈലുകൾ. ഇതിൽ ചൈനയുടെ ഈ DF-61 നോക്കുകയാണെങ്കിൽ മൊബൈൽ ICBM ആയ ഡോങ്ഫെങ് 61 അഥവാ DF-61 പരേഡിൽ പൊതുജനങ്ങൾക്ക് മുന്നിലാണ് അരങ്ങേറ്റം കുറിച്ചത്. 12,000 മുതൽ 15,000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഇത് ആഗോള തലത്തിൽ തന്നെ എത്തിച്ചേരുന്നു എന്ന് വേണം പറയാൻ. കൂടാതെ 10 MIRV-കൾ വരെ വഹിക്കാൻ പ്രാപ്തമാണ് ഇത്. സൈലോ അധിഷ്ഠിത DF-5C പോലെ DF-61 ഒരു ദ്രാവക ഇന്ധന മിസൈലാണ്. കൂടുതൽ തയ്യാറെടുപ്പ് ചെലവിൽ ഉയർന്ന പേലോഡ് ശേഷിയാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത്. 16 ചക്രങ്ങളുള്ള ട്രാൻസ്പോർട്ടർ എറക്ടർ ലോഞ്ചറുകളിൽ ഘടിപ്പിച്ചാണ് ഈ മിസൈൽ പ്രദർശിപ്പിച്ചത്. അടുത്തതായിരുന്നു DF-31 BJ, അതായത് റോഡ് മൊബൈൽ DF-31 ICBM-ന്റെ സൈലോ അധിഷ്ഠിത വകഭേദമാണ് DF-31 BJ. ഇത് പ്രദർശിപ്പിക്കപ്പെട്ട മറ്റൊരു മികച്ച തന്ത്രപരമായ ആയുധമായിരുന്നു. ഈ പുതിയ മിസൈലിന് ആഗോളതലത്തിൽ 11,000 മുതൽ 13,000 കിലോമീറ്റർ വരെയാണ് ദൂരപരിധി ഉള്ളത്. കൂടാതെ MIRV-കൾ വഹിക്കാനും ഇതിന് സാധിക്കും. കാരണം ഏകദേശം 8,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള DF-31-ന് 3 മുതൽ 4 വരെ MIRV-കൾ വഹിക്കാൻ കഴിയും. ഇത് രണ്ട് വകഭേദങ്ങളും ഖര ഇന്ധനം ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. DF-31-നെ അപേക്ഷിച്ച് DF-31 BJ-ന് കൂടുതൽ കൃത്യതയുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അടുത്തതാണ് DF-26D. പരേഡിനിടെ അനാച്ഛാദനം ചെയ്ത മറ്റൊരു തന്ത്രപ്രധാനമായ മിസൈലായ DF-26D ഗുവാങ് കില്ലർ എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇതിനകം തന്നെ ശക്തമായ DF-26 കുടുംബത്തിലേക്കുള്ള ഒരു പ്രധാന നവീകരണമാണ് DF-26D. DF-26Dക്ക് ഒരു പരമ്പരാഗത അല്ലെങ്കിൽ ന്യൂക്ലിയർ വാർഹെഡ് വഹിക്കാൻ കഴിയും. ഇവ രണ്ട് തമ്മിൽ വേഗത്തിൽ കൈമാറ്റം ചെയ്യാൻ സഹായിക്കുന്ന ഒരു മോഡുലാർ ഡിസൈൻ ആണ് ഉള്ളത്. അതേപോലെ തന്നെ ഇനേർഷ്യൽ ഗൈഡൻസിനെയും സാറ്റലൈറ്റ് നാവിഗേഷനെയും ആശ്രയിക്കുന്ന DF-26-ൽ നിന്ന് ഒരു പടി മുകളിലായി ടെർമിനൽ ഗൈഡൻസിനും മിസൈൽ പ്രതിരോധങ്ങളെ പരാജയപ്പെടുത്തുന്നതിനുമുള്ള ഇലക്ട്രോണിക് കൗണ്ടർ മെഷറുകൾക്കുമായി സജീവമായ ഒരു റഡാർ സീക്കർ DF-26Dയിൽ ഉണ്ട്.
DF-26 സ്ഥിരമായ കരലക്ഷ്യങ്ങളെയും ചലിക്കുന്ന കടൽ ലക്ഷ്യങ്ങളെയും ആക്രമിക്കാൻ കഴിയുമെങ്കിൽ ഈ പുതിയ മിസൈലായ DF-26Dക്ക് വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെയുള്ള നാവിക ആസ്തികളെ കൃത്യമായി ആക്രമിക്കാൻ സാധിക്കും. ഇതേ രീതിയിലാണ് ഇത് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത്. കൈകാര്യം ചെയ്യാവുന്ന റീ എൻട്രി വാഹനങ്ങളും മെച്ചപ്പെട്ട ടാർഗറ്റിംഗ് സംവിധാനങ്ങളുമാണ് ഇത് ഉപയോഗിക്കുന്നത്. DF-26D ഗുവാം കില്ലറിന്റെ കാരിയർ കില്ലർ വകഭേദമാണ്. അതേപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഉപഗ്രഹങ്ങൾ, ഡ്രോണുകൾ, സമുദ്ര നിരീക്ഷണ ആസ്തികൾ എന്നിവയിൽ നിന്നുള്ള തത്സമയ ടാർഗറ്റിംഗ് ഡേറ്റ ഉപയോഗിക്കാൻ ഈ മിസൈലിന് സാധിക്കും. അടുത്തതാണ് DF-17. 2019 ആദ്യമായി അനാച്ഛാദനം ചെയ്ത ഡോങ്ഫെങ് 17 DF-17 DF-ZF ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനം ഘടിപ്പിച്ച ഒരു കര ഇന്ധന റോഡ് മൊബൈൽ മീഡിയം റേഞ്ച് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലാണിത്. ഇതിനെയും വളരെയധികം പ്രധാനപ്പെട്ട ഒരു മിസൈലായിട്ടാണ് ചൈന പ്രദർശിപ്പിച്ചത്. മാക് 5ൽ കൂടുതൽ വേഗതയിൽ എത്താൻ DF-17 കഴിയും. 1800 മുതൽ 2500 കിലോമീറ്റർ പരിധി കൈകാര്യം ചെയ്യാവുന്ന പാതകൾ, ഇന്തോ പസഫിക്കിലെ സൈനിക താവളങ്ങളെയും കപ്പലുകളെയും ലക്ഷ്യമിടുന്നതിനുള്ള ഇരട്ട ഉപയോഗ ശേഷികളാണ് ഇതിനുള്ളത്. അടുത്തതാണ് DF-5C ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ. 1981 അവതരിപ്പിച്ച യഥാർത്ഥ DF-5 1990കളുടെ മധ്യത്തിൽ വിപുലീകൃത ശ്രേണിയും കൃത്യതയുമുള്ള DF-5A, 2015 MIRV ശേഷിയുള്ള DF-5B എന്നിവയേക്കാൾ ക്രമേണയുള്ള നവീകരണമാണ് DF-5C. ലിക്വിഡ് പ്രൊപ്പല്ലന്റ് രൂപകൽപ്പനയാണ് ഇതിന്റേത്. അതേപോലെ തന്നെ സൈലോ വിന്യാസവും നിലനിർത്തുന്നുണ്ട്. DF-5C മെച്ചപ്പെട്ട അതിജീവന ശേഷി, പേലോഡ് ശേഷി, പ്രതികരണ ശേഷി എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. 10 മുതൽ 12 വരെ MIRVകൾ വരെ വഹിക്കാൻ കഴിയുന്ന ഈ മിസൈലിന് കൂടുതൽ ഭാരമേറിയ പേലോഡും വഹിക്കാൻ കഴിയും. ആഗോളതലത്തിൽ 20,000 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ദൂരപരിധി. 3 ഭാഗങ്ങളായി വ്യത്യസ്ത വാഹനങ്ങളിൽ കൊണ്ടുപോകാൻ കഴിയുന്ന മോഡുലാർ രൂപകൽപ്പന കാരണം DF-5C കൂടുതൽ അതിജീവിക്കാൻ കഴിയും. ഡിസൈൻ ഒപ്റ്റിമൈസേഷനുകൾ പ്രീ ലോഞ്ച് ഇന്ധനം നിറയ്ക്കലും സജ്ജീകരണ സമയവും കുറയ്ക്കുകയും ചെയ്യും. അടുത്തതാണ് ചൈനയുടെ ഏറ്റവും പുതിയ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ JL-3. പൊതുജനങ്ങൾക്ക് മുന്നിൽ ഇതും അരങ്ങേറ്റം കുറിച്ചു. ടൈപ്പ് 094A 096 അന്തർവാഹിനികളുമായി സംയോജിപ്പിക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത ഇത് 12,000 കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയും MIRV ശേഷിയും ഉള്ളതിനാൽ ചൈനയുടെ രണ്ടാമത്തെ ആക്രമണ പ്രതിരോധത്തിന്റെ വിശ്വാസ്യതയാണ് വർദ്ധിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ചൈനയുടെ ആദ്യത്തെ ആണവശേഷിയുള്ള വായുവിലൂടെ വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലായ JL-1 അരങ്ങേറ്റം കുറിച്ചു. H-6N ബോംബർ വിമാനങ്ങളുടെ ഗതാഗതത്തിനായിട്ടാണ് ഈ മിസൈൽ വികസിപ്പിച്ചെടുത്തത്. ചൈനയുടെ ആണവ ട്രയാഡിനെ ഫലപ്രദമായി ഇത് പൂർത്തിയാക്കുന്നു എന്ന് വേണം പറയാൻ. അടുത്തതാണ് YJ-15, YJ-17, YJ-19, YJ-20, YJ-21 ഹൈപ്പർസോണിക് മിസൈലുകൾ. അമേരിക്കയ്ക്ക് ശക്തമായ ഒരു സന്ദേശം എന്ന രീതിയിലാണ് ചൈന ഈ ഹൈപ്പർസോണിക് ഷിപ്പിംഗ് ബിരുദ മിസൈലുകളുടെ ശക്തമായ ഒരു നിരയെ തന്നെ പ്രദർശിപ്പിച്ചത്. പ്രൊപ്പൽഷനിലും രൂപകൽപ്പനയിലും വ്യത്യാസമുണ്ടെങ്കിലും ഇവയ്ക്ക് പൊതുവായ ഒരു ഭീഷണിയുണ്ട്: ഹൈപ്പർസോണിക് വേഗത. അത് കാരിയർ പ്രതിരോധത്തിന് മാരകമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ചൈനയുടെ ഈ പുതിയ പരേഡ് ഒരു ലോക സൂപ്പർ പവർ എന്ന പദവി ശക്തിപ്പെടുത്തുന്ന ഒരു നാഴികക്കല്ലായ സംഭവമായി മാറിയിരിക്കുകയാണ്. കിഴക്കൻ ഏഷ്യയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ചൈനയുടെ ഉദ്ദേശത്തെ സൂചിപ്പിക്കുന്ന അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും നേരെയുള്ള ഒരു പ്രതിരോധ സന്ദേശമായിട്ടാണ് വിശകലന വിദഗ്ധർ ഈ പരേഡിനെ കാണുന്നത്. ചൈനയുമായി നല്ലൊരു രീതിയിലുള്ള നയതന്ത്ര ബന്ധത്തിലൂടെയാണ് ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എങ്കിലും ഇത് ഇന്ത്യയിലും ചെറിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണ് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം? മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.